ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സ്മോൾ പേഴ്സ് എങ്ങനെയാണ് ക്രോഷേ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു 12 ചെയിൻ ഇടുക. ഇപ്പം ഞാനിവിടെ 12 ചെയിനാണ് ഇടുന്നത്. നമുക്കിഷ്ടമുള്ള ചെയിൻ ഇടാം. ഞാനിവിടെ ഒരു ചെറിയ പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 12 ചെയിനാണ് ഇടുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4 mm ക്രോഷേ ഹുക്കും പിന്നെ ഒരു കോട്ടൺ യാണുമാണ്. നമുക്ക് ഏത് യാൺ വേണമെങ്കിലും ഏത് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 12 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനിയും ആദ്യത്തേത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തേതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുവാണ്. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ റൗണ്ട് ഫുള്ളും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ഓരോ സ്റ്റിച്ചിലും ചെയ്യുക. ഇപ്പോൾ ഞാൻ എല്ലാ സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇതിന് ശേഷം ഇനിയും ചെയ്യേണ്ടത് രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടും ഇതുപോലെ തന്നെയാണ്. ആദ്യം ഒരു ചെയിൻ ഇടുക. അതിനുശേഷം ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യാം ചുറ്റിനും. ഇപ്പം നമ്മൾ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആദ്യം ചെയ്തതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ബാഗിന് എത്ര നീളം വേണോ അത്രയും റൗണ്ടും ഈ സെയിം റൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഞാനൊരു 4 റൗണ്ട് കൂടെ ചെയ്യുന്നുണ്ട്. ചെയിൻ ഒന്നിടുക. അത് കഴിഞ്ഞിട്ട് 4 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. ഇത് ഞാൻ 4 എണ്ണം ചെയ്തതാണ്. ഇത്ര മതി. ഇനി നമുക്ക് ബാഗിൻ്റെ ഹാൻഡിൽ ചെയ്യാം. അതിനുവേണ്ടി ബാഗിൻ്റെ നടുക്കിലേക്ക്, അതായത് നമ്മുടെ കുഞ്ഞു പേഴ്സിൻ്റെ നടുക്കോട്ട് ഞാൻ രണ്ട് സൈഡിലും ഓരോ മാർക്കർ വീതം വയ്ക്കുന്നുണ്ട്. അതായത് 2 സൈഡിൽ നിന്നും ഒരു 4 സ്റ്റിച്ച് വിട്ടിട്ട് 5ാമത്തെ സ്റ്റിച്ചിലേക്കാണ് ഞാൻ മാർക്കർ വയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കർ ഇല്ലെങ്കിൽ സേഫ്റ്റി പിനോ സ്ലൈഡോ എന്തെങ്കിലും വെച്ചാൽ മതി. നമുക്ക് ആ ഒരു ഹാൻഡിലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ 2 സൈഡിലും വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 സൈഡിലും വെച്ചു. ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഒരു ചെയിൻ ഇടുക. അതിനുശേഷം അടുത്ത മാർക്കർ എവിടെയാണോ വരുന്നത് അവിടെ വരെ ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ അടുത്ത മാർക്കർ എവിടെയാണോ വരുന്നത് ആ സ്റ്റിച്ച് വരെ ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാർക്കറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ മാർക്കർ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ഒരു 5 ചെയിൻ ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. 1 2 3 4 5. ഞാനിപ്പോൾ 5 ചെയിനാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ആ 3 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത മാർക്കർ എവിടെയാണോ ഇരിക്കുന്നത് ആ മാർക്കറിൻ്റെ ആ സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ബാക്കിയുള്ള അത്രയും സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മാർക്കർ ഇടുന്നതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. വീണ്ടും അടുത്ത മാർക്കർ വരെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇത് മുമ്പേ ചെയ്തപ്പം ഇതുപോലെ ഒരു ഹാൻഡിൽ കിട്ടും. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം അടുത്ത മാർക്കർ വരെ ചെയ്യാം. ഇപ്പം നമ്മൾ മാർക്കറിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി ആ മാർക്കർ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഒരു സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ. ഇനി ബാക്കിയുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മാർക്കർ ഇരിക്കുന്ന ആ സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ചെയിൻ ഇടണം. ഇവിടെ നമ്മൾ 5 ചെയിനാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ 5 ചെയിൻ ഇട്ടു. 5 ചെയിനതിന് ശേഷം അടുത്ത മാർക്കറിലേക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിലൊന്നും ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മാർക്കർ ഇടുന്നതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലെ ഹാൻഡിൽ കിട്ടും. ഓക്കെ. അതിനുശേഷം ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മതിയെങ്കിൽ ഇത്രയും ഹാൻഡിലിന് ഇത്രയും കട്ടിയൊക്കെ മതി, ഇത് മതിയെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഒരു റൗണ്ട് കൂടി ഫുള്ള് ചെയ്യുവാണ്. കുറച്ചുകൂടെ കട്ടി കിട്ടാനായിട്ട് ചെയിൻ 1 ഇടുക. അതിനുശേഷം എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. നമ്മൾ ചെയ്ത ഹാൻഡിലിലെ എല്ലാ സ്റ്റിച്ചിലും കൂടി ചെയ്യുക.
മൊത്തം ഈ ഹാൻഡിലിലെ ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി കട്ട് കിട്ടും. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചുറ്റിനും ചെയ്യാം. ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കാണ് ചെയ്യുന്നത്. മൊത്തം റൗണ്ടിലും 2 ഹാൻഡിലും എല്ലാ സ്റ്റിച്ചിലും ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് വരിക. അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് വരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു ചെയിൻ 1 ഇട്ടിട്ട് കട്ട് ചെയ്യുക. നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തയ്ച്ച് വെക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കയറിപ്പോയി. ഇപ്പോൾ ഞാൻ ഇവിടെ തയ്ച്ച് വെക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തയ്ച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ഞാൻ വേറൊന്നും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാം. ഇത് പല ഹുക്ക് വെച്ച് പല റിയാൺ വെച്ചിട്ട് ചെയ്ത് നോക്കാം. കോയിൻസ് ഒക്കെ ഇടാൻ വേണ്ടി നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം പുതിയൊരു പ്രോജക്റ്റുമായിട്ട് വരാം. ബൈ.